ഹായ് ഗായ്സ്. അപ്പം നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഒരു മിന്നൽ വിസിറ്റ് എടുത്താലോ? അപ്പം ഞങ്ങളിങ്ങനെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു പാടം, ആ പാടത്തിൻ്റെ സൈഡിൽ നല്ലൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. പക്ഷെ എനിക്ക് ചായ കിട്ടിയില്ല, ലൈമുള്ളൂ കിട്ടിയത്. അപ്പം ഞങ്ങൾ ലൈമും കടിയൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിയുണ്ട്. ലൈമും കടിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോരാണ്. മമ്മാൻ്റെ വീട്ടിലേക്ക് തോനെ ദൂരമൊന്നുമില്ല, പക്ഷെ വൈബ് സെറ്റായപ്പോൾ ഒരു ചായ കുടിച്ചാലായിരുന്നു ഇറങ്ങിയതാണ്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മമ്മാൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ മമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് അകത്തൊക്കെ കയറി ഇരുന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് മാസി. അത് ഞാൻ കണ്ടപ്പോൾ ഒലിവിലാണ്. ഞാനോട് കൂത്താൻ വർത്താനൊക്കെ പറയുന്നുണ്ട്. ഓളിഞ്ഞെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് കട്ട് ഫ്രൂട്ട്സൊക്കെ തന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം മാസിയായിരുന്നു ഓളയാൻ പോയി കഴിച്ചാണ്ട് ഞാൻ എൻ്റെ മെച്ചൊക്കെ തിന്നും പറഞ്ഞാണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരാണ്. ഞാനും വന്നേ. ഞങ്ങൾ രണ്ടാളും കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇച്ച പറ്റില്ല, ഇച്ച വെള്ളം മതിയാനാണ്ട് ഞാൻ പിന്നെ എടുത്തൊന്നുമില്ല. പിന്നെ ഞാനതൊക്കെ ഒന്ന് വലിച്ച് നിലത്തേക്കിട്ടു. ഓൾക്ക് എന്തെങ്കിലും ഒരു പണി ആയിക്കോട്ടെ എഴുതിയാണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജീപ്പൊക്കെ ഒന്ന് എടുത്താണ്ടൊന്ന് കറങ്ങി എഴുതി. പിന്നെ ഇവിടെ തേങ്ങയൊക്കെ ഇങ്ങനെ വെയിലത്ത് ഉണക്കാട്ടിക്കണില്ലേ, എന്തിനാണ് അവലെ എങ്ങനെ ഇട്ടിക്കണേ? പിന്നെ അടക്കിയിട്ടിക്കണ്. അടക്ക എങ്ങനെ എവിടെ എത്തിയത് ഞാൻ ഇപ്പം കാണിച്ചു കേട്ടോ. അതിൻ്റെ മുന്നേ ഇങ്ങോട്ട് അങ്ങനെ ഈ ചെടിൻ്റെ ഉള്ളിൽ നല്ലൊരു കിളിക്കൂടുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഫസ്റ്റ് കിളി കൂട് കൂട്ടി മുട്ടിട്ട് കുട്ടികളൊക്കെ കൊണ്ടുപോയി. അതിൻ്റെ അപ്പുറം തന്നെ ഇപ്പോൾ വീണ്ടും പുതിയൊരു കൂടൊക്കെ വെച്ച് മുട്ടൊക്കെ ഇട്ടാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതുണ്ടാവും ഇതിപ്പം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടത് അതൊക്കെ ഞാൻ കാണും. ഞാൻ എൻ്റെ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കി, നല്ല രസമല്ലേ കാണാൻ. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ കരുതി. പിന്നെ ഞാൻ തൊടുക്കൊക്കെ എന്നിട്ട് ഇറങ്ങിട്ടോ. വല്ല തേങ്ങയും മാങ്ങയും ചക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കുടിക്ക് കൊണ്ടുപോകാമല്ലോ വിചാരിച്ചാണ്ട് എന്നോട് കണ്ട് അടക്കമൊക്കെ ഇട്ടിക്കണേ. പിന്നെ അടക്ക എങ്ങനെ വന്നതെന്ന് കാണിച്ചു തരാറുന്നില്ല. അത് ഇതാണ് സംഭവം. എൻ്റെ അടക്ക പൊളിച്ചിന മെഷീനാണ്. അത് ഇങ്ങനെ കയറി ചെന്ന് എൻ്റെ ഉള്ളിൽ ചാടി അടക്ക പൊളിഞ്ഞു കയറും. ഹലോ, അടക്ക അങ്ങനെ പിടിക്കാൻ പറ്റുക അത് ഭയങ്കര അത്ഭുതം. ഞാൻ എന്തോ ആദ്യമായിട്ട് കാണും. ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കുറച്ചു നേരം. എൻ്റെ അടക്കപ്പോൾ പൊളിഞ്ഞ് വന്ന് വേസ്റ്റൊക്കെ അതിൻ്റെ അപ്പുറത്ത് കൂടിയും പോവും. പിന്നെ നമുക്ക് നല്ല പൊളിച്ച് നല്ല ഫ്രഷ് അടക്കം ഞാനായി കിട്ടും. നോളോളെ തൂക്കമൊക്കെ നോക്കിട്ടാ നല്ല തൂക്കം കൂടിയിരുന്നു. ഞാൻ നോക്കുമ്പോൾ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല, സെറ്റപ്പ് കൊള്ളാം. ഞാനൊന്നും നോക്കിയില്ല. ജീപ്പിൽ കയറി കാൽമക്കാലം കയറ്റിച്ചോ ഒറ്റയിരുത്താം. പാട്ടൊക്കെ ഇട്ട് സുഖമായിട്ട് അതിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരത്തിനല്ലേ. ഇതിൻ്റെ മാസിൻ്റെ ജീപ്പാട്ടോ. ആ മാസിൻ്റെ അല്ല, ലുനുമോളെ ജീപ്പാണ്. ഓള് വരുവോളം ഞാൻ അതിൽ ഇരിക്കട്ടെ ഒന്ന് സൂക്ഷിക്കട്ടെ വിചാരിച്ചാണ് ഞാനായി കുറച്ച് നേരാണ്ട് ഇരുന്ന്. ജീപ്പെന്ന് പറഞ്ഞ് ഞാൻ നേരെ സ്കൂട്ടിമ്മക്ക് ഒരു ഒറ്റ ചവിട്ടാ പോണെങ്കിലും ആ ചുമരമ്മ തട്ടി നിന്ന്. പിന്നെ അവിടുന്ന് കയറി പോന്നുകൊണ്ട് ഔത്തുള്ള കാറിൽ കയറി കുത്തിരിക്കാൻ വിചാരിച്ചു. എങ്ങനെയാണ് കയറിയിട്ടും കാറിട്ട് ശരിയാണില്ല, എന്നാലും ഇത് കയറിയേ തീരുന്നില്ലതിന് ഞാൻ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ കാർ കയറി ഇരുന്ന് ഇല്ലെങ്കിലൊക്കെ പോകെത്തി കയറിയിരുന്നതാട്ടോ. ഇരുന്ന പൊലിവിൽ ഞാൻ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച്, പക്ഷെ ഉടുക്കും എത്തണില്ല. അപ്പൊ പിന്നെ ഇതിൽ തന്നെ ഇരുന്നു. ഒളിച്ച് പറഞ്ഞായിരുന്നു കണ്ടിട്ട് അങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിച്ചെന്നൊക്കെ ഞാൻ അതേമാതിരിയൊക്കെ കാട്ടിയപ്പുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ആർക്കത്തോടു കൂടെ ഒക്കെ നടന്നില്ല. വല്ല തേങ്ങയും മാങ്ങയും കിട്ടുമൊക്കെയുണ്ട്. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ കിട്ടിയിരുന്നു, അതൊക്കെ കൊണ്ടുപോവാണ്. പക്ഷെ ഇപ്പൊക്കെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പണ്ടങ്ങൾ ഒളിഞ്ഞോടാവളെന്നാണ് തേങ്ങ കൊണ്ടുപോകണ്ടാന്ന് പഠിച്ച മണി പറയുന്നുണ്ട്. ഞാൻ പിന്നെ മെച്ചിനോടാണ് അവള് തടയുമ്പോത്തിന് വേഗം ഈ വായ്ക്കരൊക്കെ വണ്ടി കയറ്റിക്ക് വന്നുണ്ട്. അപ്പം ചെപ്പ വണ്ടിയിലൊക്കെ കറയാവും പറഞ്ഞോണ്ട് ഇപ്പം ഇത് നല്ല കടലാസൊക്കെ വെച്ചുകൊണ്ട് വായ്ക്കല വെച്ചിരുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ വേഗം കഴിച്ചാൻ പറഞ്ഞു. മറ്റേ പെണ്ണ് കൊണ്ടുകൊണ്ടാന്നൊക്കെ പറഞ്ഞില്ലേ, ഓളങ്ങാഞ്ഞ് വാങ്ങി വെച്ചാൽ എഴുതിയാണ്ട്. പിന്നെ ഞാനുള്ളോടായിരുന്നു ഒജ്ജിൻ്റെ പേരിൽ കയറുമ്പോൾ എനിക്ക് തേങ്ങാച്ചോറൊക്കെ വെച്ചേണ്ടി, അതിനാണ് ഞാൻ ഈ തേങ്ങ കൊണ്ടുപോകണം, അല്ല വെച്ച് തിന്നാനൊന്നല്ലാന്ന്. അപ്പോഴാണ് എന്നാ കൊണ്ടുപോയിപ്പോൾ ഞാനും കുറച്ച് വെച്ചരാൻ കൂടാ, പക്ഷെ ഞാൻ വരുമ്പോൾ തേങ്ങാച്ചോറ് വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ അതിനൊക്കെ സമ്മതിച്ചതായാലും അപ്പോൾ ഓക്കെ ഒന്നാന്ന്. കണ്ടില്ല നിങ്ങളോട് അക്കച്ച് തിന്നാൻ കൊണ്ടുപോകണമെന്ന്. പിന്നെ ഞാൻ അപ്പപ്പാനോട് പറഞ്ഞു ഞാൻ കൊട്ടയിലിപ്പം നാട്ടിത്തേരി ഇപ്പം പറഞ്ഞു. അങ്ങനെ ഇപ്പപ്പ കൊട്ടയിലൊക്കെ ഇട്ടുകൊണ്ട് നല്ല രണ്ടാട്ടം. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോരാണ്. അങ്ങനെ അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ സിയോ പറഞ്ഞോണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു.
ഇപ്പൊ നിങ്ങൾ എഴുതണില്ല ആ ചെങ്ങായി തേങ്ങയും മായ്ക്കൊലൊക്കെ കൊണ്ടുപോകാനാ വന്നത്. അല്ല ഞങ്ങൾ ആ കിളിക്കൂട് കാണാൻ വന്നതേനും. പിന്നെ ഞങ്ങളിപ്പോ പാക്ക് ഞങ്ങളെ കണ്ടാൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ തരണം, അല്ലെങ്കിൽ ഇപ്പൊ പാക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് നല്ല സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല രസമുണ്ട് കാണാൻ. ആണെങ്കിൽ പോയി കണ്ടോളി, അതൊക്കെ ഇപ്പോൾ വാടിപ്പോകും. പറഞ്ഞില്ല അറിയണ്ട, ഞാൻ എന്തായാലും പോയി കണ്ടിക്കണേ. നീ പറഞ്ഞില്ല അറിഞ്ഞില്ല അറിയണ്ട, കുറേ ഉണ്ട്. ആണെങ്കിൽ വേഗം പോയി കണ്ടോളി. ഇപ്പൊ പോയാൽ കാണാൻ പറ്റും, കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. മാത്രമല്ല അവിടെ ഐസ്ക്രീമും കിട്ടൂട്ടോ. ഞങ്ങൾ വാങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു.